ഞാനങ്ങോട്ടേ നോക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടാ. ഞാൻ അന്ന് വന്ന് കണ്ടതല്ലേ ഉള്ളൂ. പിന്നെ രേണു പറയുന്നുണ്ടായിരുന്നു ഒരു ദിവസം ചേച്ചി ഇവിടെ വന്ന് നിന്നൂടെ എന്നൊക്കെ. അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി എപ്പോഴാ വരുന്നേ? അല്ല, എനിക്ക് വീട് പണി ഇത്രയും പണിതത് കാണുകയും ചെയ്യാലോ. അപ്പൊ ഒരു ദിവസം വന്ന് നിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പറ്റൊരു കാര്യം ചെയ്യും, നാളെ തന്നെ ഇങ്ങ് പോരും. വന്നിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് കാണാൻ പോകും. ഏതായാലും ഇന്നും നാളെയൊന്നും പണിയില്ല. പണി ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ആണോ? അപ്പൊ ഇന്ന് വൈകിട്ടോ നാളെ ഇനി പോരും. നമുക്ക് ഒരുമിച്ച് പോയി കാണാം. നാളെ വരാട്ടോ. ഇന്ന് ഇനി പറ്റത്തില്ല. നാളെ കാലത്ത് ഇറങ്ങാം. ഞാൻ വിളിക്കാൻ വരണോ? വേണ്ട വേണ്ട, ഞാൻ വന്നോളാം. അതെ, പിന്നെ വരുമ്പോഴേ അന്ന് ഞങ്ങൾ ഒരു ദിവസം അന്ന് വീട്ടിൽ വന്നില്ലേ, ഓർമ്മയുണ്ടോ? എപ്പോഴായിരുന്നു? അന്ന് ഞാൻ ശരിക്കും നിങ്ങൾ പറയാതല്ലേ വന്നതല്ലേ? പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോ കിട്ടില്ലേ മറ്റേ ഒരു വൈറ്റ്. അത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാത്രി കിടക്കുമ്പോ ഇട്ടതായിരുന്നു നിങ്ങള്. പിന്നെ ഞാൻ രാവിലെ അത് മാറിയില്ല. തിരക്കിന് കുറച്ച് നേരം വൈകിയായിരുന്നു എഴുന്നേക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനത് ഡ്രസ്സ് മാറിയിട്ടില്ല. അപ്പൊ രാത്രി ഇട്ട് കിടന്നത് തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ വരുമ്പം അതും കൂടെ എടുത്തോ. അതിനകത്ത് കണ്ടപ്പോഴത്തേക്കോ അയ്യോ, അവളുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അത് എടുത്ത് കാണിക്കുന്നുണ്ട്. അല്ല, പ്രകാശ് നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എങ്ങനെ നോക്കാതിരിക്കും? പിന്നെ അവളുടെ മുന്നൊന്നും പറയാനൊക്കത്തില്ലല്ലോ. നോക്കാതിരിക്കാൻ പറ്റുമോ? കണ്ടെടുക്കാൻ പറ്റണ്ടേ? എന്ത് രസമായിരുന്നു എല്ലാം ഇങ്ങനെ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. അല്ല, നമുക്ക് പിന്നെ അങ്ങനെ ചാൻസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. എനിക്ക് പ്രകാശിന് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു രീതിക്കൊക്കെ അവിടെ ഇങ്ങനെ പിടിച്ചു നിന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഞെട്ടിപ്പോയി. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലൊരു ഫീലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇടുക്കിയതായതുകൊണ്ടായിരിക്കും അത്രയും ഭംഗിയായത്. അത് പിന്നെ എനിക്കും എന്തോ പോലെ ഉണ്ടായിരുന്നു. മാറാൻ പറ്റാത്തോണ്ട് പെട്ടെന്ന് നിങ്ങൾ വന്ന് കയറിയപ്പോഴത്തേക്ക് എനിക്കും പിന്നെ നിങ്ങളല്ലേന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അങ്ങനെ നിന്നു. പിന്നെ പ്രകാശ് അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോ നോക്കുന്നതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടെ എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ, അകത്തൊന്നും ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നി. അത്രയ്ക്കും നല്ലതായിട്ട് ഇങ്ങനെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. അത് ലൂസാക്കി ഇട്ടിരിക്കുകയായിരുന്നു അകത്ത്. അയച്ചിട്ടേക്കുമായിരുന്നു. ഒന്നും പറയണ്ട. കണ്ടപ്പോ തൊട്ട് തുടങ്ങിയ ഒരു പുതിയത്. ഇനി വരുമ്പോഴേ ഒരു കാര്യം ചെയ്യും, നാളെ വരുമ്പോ അതും കൂടെ എടുത്തോ. മറക്കല്ലേ. കാരണം അതുപോലെ ഞാൻ അത്രയും വന്നപ്പോ അങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നമ്മളുണ്ടെന്ന് പറഞ്ഞാലും അത്രയും ഒരു ഫീല് തോന്നിയിട്ടില്ല. പക്ഷെ അന്ന് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ ഭയങ്കരമായിട്ടൊന്ന് ഇതായിപ്പോയി. ഞാൻ അത് നാളെ വരുമ്പോ എടുത്തിട്ടേ, അവിടെ എന്തായാലും ഒരു ദിവസം അവിടെ നിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇടാതെ. പിന്നെ വീട് കാണാൻ പോകുമ്പോ ഒരു കാര്യം ചെയ്യും, കാണാൻ പോകുമ്പോ എന്തായാലും അവള് വരുത്തൊന്നുമില്ല പോവാൻ വേണ്ടി. വരത്തില്ലേ? വരുത്തൊന്നുമില്ല. അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. എന്നോട് ചോദിക്കും എങ്ങനെ എന്താ. അപ്പൊ ഞാൻ പറയുന്ന പോലെ പിന്നെ തിരക്കല്ലേ, കിച്ചണിലും കാര്യങ്ങളൊക്കെ തിരക്കായതുകൊണ്ടും പിന്നെ സ്റ്റിച്ചിങ് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒക്കെ തിരക്കായതുകൊണ്ട്. അല്ല, അവള് വരത്തില്ലെങ്കിൽ അവള് വരത്തില്ലെന്ന് അതാ പറഞ്ഞേ. എന്തായാലും പണിക്കാരുണ്ടാവില്ലേ നാളെ? ഇല്ല, 2-3 ദിവസത്തേക്ക് പണിക്കാരില്ല. അതല്ലേ ഞാൻ നാളെ തന്നെ വരാൻ പറഞ്ഞേ. അപ്പൊ നമുക്ക് നാളെ അങ്ങോട്ട് പോകാം. നല്ലൊരു ചാൻസ് ആണല്ലോ. അവക്കും ഡൗട്ട് തോന്നത്തില്ല, വീട് കാണാൻ വേണ്ടി പോവാന്ന് പറയുമ്പോഴേ പ്രശ്നമില്ല.
അല്ല കുറച്ച് അടുത്തായതുകൊണ്ട് അവള് നടന്നിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരത്തില്ലെന്നേ. ആണോ? വണ്ടിയിലൊക്കെ അടുത്താണെങ്കിൽ പോലും വണ്ടിയിലേ വരത്തുള്ളൂ. അഥവാ ആ ആ വരുവാണെങ്കിൽ തന്നെ വണ്ടിയിലേ വരത്തുള്ളൂ. അത് ഉം, മാത്രമല്ല, പിന്നെ എന്നോട് ചോദിക്കും എന്തായി എങ്ങനെയായി. അപ്പൊ ഞാൻ പറയുന്ന പോലെ ഉം. അല്ലാതെ അങ്ങനെ ഒന്ന് നോക്കത്തൊന്നുമില്ല. ഞാനില്ലാതൊന്നും വന്ന് നോക്കത്തില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള അപ്പൊ അപ്ഡേഷൻ അന്ന് കൊടുക്കുന്നുണ്ട്, പിന്നെ കണ്ടിട്ട് കുഴപ്പമില്ല. ശരിക്കും കൊതിയായെന്നാണോ പറയുന്നത്? അന്ന് കണ്ടിട്ട് ഞാൻ ശരിക്കും ബോധിയായിട്ട് എത്ര തവണ വിട്ടെന്നറിയാമോ? ഓർത്തോർത്ത് ഉം, ഉം. ഒരു പ്രത്യേക സുഖമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിന് എടുത്തോളാൻ പറഞ്ഞത്. ആദ്യം എനിക്ക് തോന്നിയായിരുന്നു പിന്നെ ഒന്നും ഇട്ടിട്ടില്ലായിരിക്കും. പിന്നെ എന്നെ എടുക്കാൻ പിന്നെ ചേട്ടനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അതൊന്നും ഓർക്കറിയില്ല. പിന്നെ അന്ന് നോക്കുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി പക്ഷെ അന്ന് ഞങ്ങൾ കൊതിയുണ്ടെന്ന്. യാദൃശ്യമായിട്ടല്ലേ വന്നേ. ഉം. ശരിക്കും ഞങ്ങൾ അപ്പുറം അവിടെ വരെ വന്നപ്പോഴത്തേക്ക് അങ്ങോട്ടൊന്ന് കയറിയത്. പ്ലാൻഡ് ആയിട്ട് വന്നതല്ലല്ലോ. അല്ല, അതുകൊണ്ട് അങ്ങനെ പ്ലാൻഡ് ആയിട്ട് പുതിയ വരാത്തത് കൊണ്ട് വീട് പണിയെടുക്കുന്ന വീട്ടിന്ന് എങ്ങനെ അവിടെ അടുത്തടുത്ത വീടുകളിലുണ്ടോ? ഇല്ലില്ലില്ല, അടുത്തൊന്നും വലിയ. ഇതൊരു ഹൗസിംഗ് കോളനിയാണ്. അപ്പൊ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഇപ്പൊ ഒരു 3-4 പുതിയ വീട് വെക്കുന്നതേ ഉള്ളൂ അവിടെ. അല്ല, അത് അന്ന് വന്നപ്പോ ഞാൻ കണ്ടത്. അവിടെ ആൾക്കാർ ഉണ്ടാവുമെന്ന് ഇല്ലില്ല, ചോദിക്കും. ആൾക്കാരില്ല. കാര്യം ഒരു 4-5 ടോട്ടൽ ഇപ്പൊ 5 വീടുണ്ട് അവിടെ, നമ്മുടെയും കൂടെ ചേർത്ത് 5. അപ്പൊ ഈ 4 വീടിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ, താമസമായിട്ടില്ല അവിടെ. കണ്ടിട്ടില്ല, ഒരു പ്ലോട്ട് തിരിച്ച് അത് അവർ അതെ അതെ, ചെയ്തിരിക്കുക. കണ്ടായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് തന്നെ നമുക്ക് വണ്ടിയാണെങ്കിൽ അകത്ത് കയറ്റുകയും ചെയ്യാം, പാർക്കിംഗ് സൗകര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് തന്നെ നമ്മുടെ വീടിന്റെ പണി ഓൾമോസ്റ്റ് തീർന്നു. ഇനിയിപ്പം പെയിന്റിങ്ങും കൂടെ ഒക്കെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പറ്റും, സൂപ്പറായിട്ട് പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോ നൈറ്റ് ഇട്ടിട്ടാണോ പോകുന്നത്? എങ്ങനെ, കേട്ടില്ല? നാളെ വന്നിട്ട് ആ ഡ്രസ്സ് മാറണോ, നൈറ്റ് ഇടണോ, ആ ഇട്ടിട്ടാണോ പുതിയ വീട്ടിലേക്ക് പോകുന്നത് കാണാൻ? നൈറ്റ് ഇട്ടാൽ മതി. എന്താണെന്നറിയോ, നമ്മുടെ അടുത്തല്ലേ. അപ്പൊ അവളാണെങ്കിലും ചോദിക്കത്തൊന്നുമില്ല. പിന്നെ വണ്ടിയല്ലേ പോകുന്നത്, കാർ കൊണ്ടങ്ങ് പോവാം. അല്ല, അന്ന് അതിൽ കൊതി തോന്നിയോണ്ട് അതിട്ടിട്ട് നോക്കാം. അതെടുത്തോ. അയ്യോ, ഒന്നും പറയണ്ട, അത് തന്നെ എടുത്തോ. അതറിയോ, ഇപ്പൊ നമുക്ക് വണ്ടിയെ പോകണം, നടന്നു പോകണ്ട, അടുത്താണെങ്കിലും കുഴപ്പമില്ല. വണ്ടിയെ പോകുമ്പോ അതിട്ടാ മതി. അപ്പൊ പിന്നെ അവൾക്കും തോന്നത്തില്ല, ഒന്നും തോന്നത്തില്ല. കാര്യം കാണാൻ പോകല്ലേ, അടുത്തായിട്ട് അങ്ങനെ തോന്നത്തില്ല. ഇപ്പം ആ സാരി ഒന്നും അപ്പൊ എടുത്തില്ലെങ്കിൽ കുറച്ച് കുഴപ്പമില്ല. സമയം എടുത്തിട്ടായാലും പോയാ നമുക്കൊരു മതിയല്ലോ തിരിച്ച്. പിന്നെ നമുക്കൊരു വൈകിട്ടത്തേക്ക് തിരിച്ചു വന്നാൽ മതി. ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കാം, അപ്പൊ വരുമല്ലോ, നമുക്കറിയാമല്ലോ. അതിലൊന്ന് നല്ലതായിട്ടൊന്ന് കിട്ടണമായിരുന്നു. എനിക്ക് അന്ന് തൊട്ടുള്ള ഒരു കൊതി, അത് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു കൊതി. പ്രത്യേകിച്ച് അത് എനിക്കിങ്ങനെ പുറത്ത് കാണാമായിരുന്നു നല്ലതായിട്ടിങ്ങനെ. അപ്പോഴേ എനിക്ക് തോന്നി. അത് ഞാനിങ്ങനെ അപ്പൊ ലൂസ് അതെന്തോ ആക്കിയിട്ടിരിക്കായിരുന്നു. അങ്ങനെ ആയപ്പോ അപ്പൊ എന്തോരം കാണും അതല്ലാതെ കാണുമ്പോഴത്തേക്ക്. അയ്യോ, നല്ലവരും ഉണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, നല്ലതായിട്ട് ഉടച്ചെടുക്കാം സമയെടുത്ത്. അത് മാത്രമേ ഉള്ളൂ? അത് മാത്രമല്ല, എല്ലാം ഉണ്ട്. ഇങ്ങനെ കൊതിച്ചിരിക്കുമല്ലേ, എല്ലാം ചെയ്യണം. അവള് പിന്നെ വരാത്തോണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ വരുത്തൊന്നുമില്ല. വരുന്നൊന്നും പേടിക്കണ്ടല്ലോ. പേടിക്കണ്ട, അങ്ങനെ ഒന്നും വരത്തില്ല. ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. ഇപ്പൊ നമുക്കറിയാലോ എവിടാണെന്ന്. അല്ലെങ്കിൽ തന്നെ എന്നോട് പറയാതെ അങ്ങനെ വരത്തില്ല. ഇപ്പൊ നമ്മൾ ഓൾറെഡി അവളോട് കാണാൻ പോയിട്ടുള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ വരുത്തുമില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ല, എനിക്കൊന്ന് പ്രകാശ് നോക്കുമ്പോ പിന്നെ കോള് ചെയ്തിട്ട് അങ്ങനെ പറയാൻ പറ്റുമോന്ന് അറിയത്തില്ലല്ലോ. പിന്നെ കണ്ടില്ലല്ലോ നമ്മൾ നേരിട്ട്. അതല്ല, കണ്ടപ്പോ അപ്പൊ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു എങ്ങനെ. പിന്നെ പ്രകാശായിട്ട് പറയാമെന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അല്ല, നമ്മള് നേരത്തെ തന്നെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു ധൈര്യത്തില് പിന്നെ ഞാൻ പറയാന്ന് വിചാരിച്ചെ. അത് തന്നെയല്ലേ, എനിക്ക് നന്നായിട്ടായായിരുന്നു അന്ന് കണ്ടപ്പോ തന്നെ. ഒന്നും പറയണ്ട, നന്നായിട്ട് അങ്ങ് ചാടി തുടിച്ചു. അപ്പൊ അന്ന് ബാത്റൂമിലേക്ക് പോയത്? അതൊന്ന് ശരിക്കും പറഞ്ഞ ഒന്ന് കൈ പിടിക്കാൻ വേണ്ടി പോയതാ, പക്ഷെ സമയം കിട്ടിയില്ലല്ലോ. പക്ഷെ അതിന്റെ ഞാൻ വീട്ടിൽ വന്നപ്പോ കണ്ടിട്ട് അത്രക്ക് ആയോന്നൊന്നും പറയണ്ട. അതിപ്പോ അന്ന്
നാളെ കാണുമ്പോ അറിയാൻ പറ്റും. എനിക്ക് തോന്നിയായിരുന്നു അന്ന് കുറെ നേരം ബാത്റൂമിൽ ഇങ്ങനെ. അല്ല, അതിന് ശരിക്കും നല്ല സമയം വേണം. പിന്നെ നമ്മളവിടെ പെട്ടെന്ന് ഇറങ്ങേണ്ടത് കൊണ്ട് ഒത്തിരി നേരം വരുന്നില്ല. പിന്നെ വീട്ടിൽ വന്നിട്ടായിരുന്നു ശരിക്കും അല്ല, ആലോചിച്ചത്. പ്രകാശ് ഇടയ്ക്ക് വീട്ടിലേക്ക് വന്നൂടെ? വരണമെന്നുണ്ട്, പക്ഷെ ഈ ഒരു ഇപ്പോഴത്തെ ഈ തിരക്കെ പണിയുടെ ഒക്കെ അത് തിരക്കായതുകൊണ്ട് കഴിഞ്ഞിട്ടൊക്കെ ഈ ഇടയ്ക്ക് പണി ഇറങ്ങി. ഈ പണിയുടെ തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റാത്തത്. ഇപ്പൊ ഇതൊക്കെ തീർത്തിട്ട് വേണമെന്ന്. ഹൗസ് വാമിങ് കൂടെ കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി. അപ്പൊ പിന്നെ അങ്ങോട്ട് ഇറങ്ങാമല്ലോ, കുഴപ്പമില്ലല്ലോ. മോനൊക്കെ വിളിക്കാറുണ്ടോ? പഠിക്കാൻ പോയി ഉണ്ട്. നാട്ടിൽ വരുന്നുണ്ടോ? ഇല്ല, ഇപ്പം വന്നിട്ട് പോയതാ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ.